ഡൽഹിയിലെ CJP സമരത്തിനിടെ കല്ലുകളുമായി ട്രക്ക് എത്തിയത് വലിയ ചർച്ചയായത് നമുക്കറിയാം അല്ലേ. ഈ ട്രക്ക് പോലീസ് കസ്റ്റഡിയിലുള്ളത് തന്നെ. അപകടം ഉണ്ടാക്കിയതിനെ തുടർന്ന് 4 ദിവസം മുൻപ് പോലീസ് കസ്റ്റഡിയിലെടുത്ത ട്രക്കായിരുന്നു അതെന്ന് തെളിഞ്ഞു. അതിനിടെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് ഡൽഹി പോലീസ് DCPയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് വ്യക്തമാക്കി. വിഷ്ണു, ഇതിന്റെ വിശദാംശങ്ങൾ കൂടി, കാരണം ഈ ട്രക്ക് വലിയ ചർച്ചയായതാണ്. ഇതിൽ കല്ലുകളുമായി മനഃപൂർവ്വമായി അവിടെ കൊണ്ടുവന്ന് നിർത്തിയതാണ് എന്നതടക്കം. മോത്തി, തീർച്ചയായും. കാരണം ഈ പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിച്ച ജൂലൈ 20-ന് ഈ ട്രക്ക് ജന്തർ മന്ദറിലെ സമരവേദിക്ക് സമീപം എത്തി എന്നത് ആദ്യം എക്സിൽ കുറിച്ചത് അഭിജിത് ദീപ്കെ ആയിരുന്നു. അതായത് എന്തിനാണ് ഇത്തരം ഒരു സമരത്തിനിടയിലേക്ക് ട്രക്കിനുള്ളിൽ കല്ലുകൾ നിറച്ച് ഡൽഹി പോലീസ് കൊണ്ടിട്ടത് എന്നായിരുന്നു അഭിജിത് ദീപ്കെ അടക്കമുള്ള CJP നേതാക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലീസ് ഈ ആരോപണം നിഷേധിക്കുകയായിരുന്നു. ട്രക്ക് തങ്ങളുടേതല്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് നൽകിയ അനൌദ്യോഗിക വിശദീകരണം. എന്തായാലും ഇപ്പോൾ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരികയാണ്. അതായത് ജൂലൈ 20-ന് കൊണ്ട് ആ പാർലമെന്റിന്റെ ഈ സമീപത്തുള്ള, അല്ലെങ്കിൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ജന്തർ മന്ദറിൽ പാർക്ക് ചെയ്ത ട്രക്ക് ജൂലൈ 16-ന് കസ്തൂർബ ഗാന്ധി മാർഗിൽ ഒരു അപകടം ഉണ്ടാക്കിയ ട്രക്കാണ്. അന്ന് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസാണ് ആ ട്രക്ക് കസ്റ്റഡിയിൽ എടുത്തത്. എർട്ടിഗ എന്ന് പറയുന്ന ഒരു കാറിൽ ഈ ട്രക്ക് ഇടിക്കുകയും അതിലുണ്ടായിരുന്ന 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ ട്രക്കിന്റെ ഉടമയെ എന്തായാലും കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ട്രക്ക് 16-ാം തീയതി പോലീസ് അപകടത്തെ തുടർന്ന് കസ്റ്റഡിയിൽ എടുക്കുകയും പാർലമെന്റ് സ്ട്രീറ്റ് പോലീസിന് കീഴിലാണ് ആ ട്രക്ക് ഉണ്ടായിരുന്നത് എന്നുമാണ്. അതേസമയം ഈ 16-ാം തീയതി ഇത് കൊണ്ട് ഇടുന്നതിന് മുൻപ് യൂത്ത് കോൺഗ്രസ് ഓഫീസിന്റെ മുൻപിലടക്കം ഈ ട്രക്ക് നിർത്തിയിട്ടിരുന്നു. അതായത് പാർലമെന്റ് സ്ട്രീറ്റ് മാർച്ച് നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന വഴികളിലെല്ലാം ഈ ട്രക്കിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ഇതിലിപ്പോൾ പോലീസ് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ ട്രക്കിൽ കല്ലുകൾ ഉണ്ടായിരുന്നു. അതായത് അപകടം നടക്കുന്ന സമയത്ത് നിർമ്മാണ ജോലിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ട്രക്കിൽ ഇത്തരത്തിലുള്ള കല്ലുകൾ ഉണ്ടായിരുന്നു. ആ കല്ലുകൾ ഒഴിവാക്കാനായിട്ടാണ് ട്രക്ക് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. അത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ ട്രക്ക് കൊണ്ടുവന്നത് എന്നായിരുന്നു. പക്ഷേ ഇത്രയേറെ സമരക്കാരുള്ള, ഏകദേശം 10,000-ഓളം സമരക്കാരുള്ള സമരപ്പന്തലിനടുത്തേക്ക്, പോലീസുമായി ഒരു ഏറ്റുമുട്ടലിനുള്ള എല്ലാ സാധ്യതയുമുള്ള സമരപ്പന്തലിനടുത്തേക്ക് ആ ട്രക്ക് കൊണ്ടുവന്നത് എന്തിന് എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്തായാലും പോലീസ് നൽകുന്ന വിശദീകരണം ആ ട്രക്കിലുണ്ടായിരുന്ന കല്ല് ഒഴിവാക്കാൻ കൊണ്ടുപോയത് എന്നായിരുന്നു. ശരി, വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. വിഷ്ണുവിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.